ദാഹിച്ച് വലഞ്ഞു വരുമ്പോൾ നമ്മുടെ മുന്നിലോട്ട് ആരെങ്കിലും ഒരു ഇച്ചിരി വെള്ളം നീട്ടിയാൽ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷമാണ് ശിവഗിരിയിൽ വരുന്ന ഓരോ തീർത്ഥാടകൻ്റെയും മുഖത്തുള്ളത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനാണ് ഇവിടെ നമ്മുടെ എക്സ് സർവീസ് ലീഗ് ഉള്ളത്. ഇവിടെ വരുന്ന ഒരു തീർത്ഥാടകനും ദാഹത്തോടെ മടങ്ങരുതെന്ന് രാജ്യം കാത്ത ഈ സൈനികർക്ക് നിർബന്ധമുണ്ട്. എങ്ങനെയാണെന്നൂടെ നമുക്ക് നോക്കാം. മഹാഗുരുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ജീവിതത്തിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി നടക്കുന്ന ശിവഗിരി തീർത്ഥാടന മഹാമഹം ജനസാഗരം തന്നെയാണ്. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ഗുരുവിന്റെ പാവനഭൂമിയിലേക്ക് പലരും എത്തുന്നത് കാൽനടയായുമാണ്. അതുകൊണ്ട് തന്നെ ഈ പുണ്യഭൂമിയിൽ എത്തുമ്പോൾ എല്ലാ ഭക്തരും ഏറെക്കുറെ അവശരാകും. അങ്ങനെ ദാഹിച്ചു വലഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഭക്തർക്ക് ഒരിത്തിരി കുടിവെള്ളം നൽകുക എന്നതായിരുന്നു കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ ലക്ഷ്യം. അങ്ങനെ ഇത്തവണ ആ പുണ്യപ്രവൃത്തി ശിവഗിരിയുടെ മണ്ണിൽ വേരുറപ്പിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് വർക്കല ടൗൺ ശാഖയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു മാതൃകാപരമായ പ്രവൃത്തി ശിവഗിരിയിൽ നടക്കുന്നത്. നമ്മുടെ രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച് വിരമിച്ച സൈനികരുടെ കൂട്ടായ്മയാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ്. കരസേന, നാവികസേന, വ്യോമസേന എന്നീ 3 വിഭാഗങ്ങളിലും പെട്ടവരാണ് ഈ സംഘടനയിൽ അംഗങ്ങളായിട്ട് ഉള്ളത്. 2017 മുതൽ വർക്കല യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. വെറും 25 അംഗങ്ങളുമായി അന്ന് പ്രവർത്തനം ആരംഭിച്ച ഈ സംഘടനയിൽ ഇന്ന് 200-ൽ പരം വിമുക്ത ഭടന്മാർ അംഗങ്ങളായിട്ടുണ്ട്. ഈ 200 അംഗങ്ങൾ സ്വന്തം പണം ഉപയോഗിച്ചാണ് ശിവഗിരിയിൽ സൗജന്യമായി കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. നാരങ്ങ വെള്ളവും സാധാ കുടിവെള്ളവുമാണ് വിതരണം ചെയ്യുന്നത്. വെയിലേറ്റ് തളർന്നു വരുന്നവർക്ക് ഈ ഒരു സ്റ്റാള് ഇവിടെയുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് കുടിവെള്ളത്തിനായി ഇവിടെ എത്തുന്നതും. കുടിവെള്ള വിതരണം മാത്രമല്ല, ഭാവിയിൽ കരസേനയിലോ നാവികസേനയിലോ വ്യോമസേനയിലോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ എത്തിയാൽ അതിനുവേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകാൻ ഇവിടെ സർവ്വസന്നദ്ധരായി എക്സ് സർവീസ് ലീഗ് പ്രവർത്തകർ ഉണ്ടാകും. ഏത് സേനയുടെ ഭാഗമാകാനും സഹായിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഇവിടെ എത്തിയാൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് വർക്കല ടൗൺ ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് മെമ്പർ എൻ രവീന്ദ്രൻ, ട്രഷറർ ശ്യാം ആർ, എക്സ് മെമ്പർ ഭാസി സി, സെക്രട്ടറി രതീഷ് ജി എസ്, അംഗം ലതിക, പ്രസിഡന്റ് ഭാസി ഡി, വൈസ് പ്രസിഡന്റ് വേണുഗോപാൽ, വർക്കിംഗ് പ്രസിഡന്റ് സുന്ദരേശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശിവഗിരിയിൽ സ്റ്റാളിന്റെ പ്രവർത്തനം. ഇത് ആദ്യമായാണ് ഇങ്ങനെയൊരു സംരംഭം ശിവഗിരി തീർത്ഥാടനത്തിന് കൊണ്ടുവരുന്നതെങ്കിലും ഇനിയുള്ള തീർത്ഥാടന കാലങ്ങളിൽ ഒന്നും ഇവിടെ എത്തുന്ന ഒരാൾക്കു പോലും ദാഹത്തോടെ മടങ്ങേണ്ടി വരില്ല. പുണ്യഭൂമിയിലെ ഈ പുണ്യപ്രവൃത്തി ഇനി അങ്ങോട്ടും തീർത്ഥാടകർക്കായി ഇവിടെ ഉണ്ടാകും. ഇത് KCL വർക്കല ടൗൺ ബ്രാഞ്ചിന്റെ ജീവകാരുണ്യ പ്രവർത്തനമാണിത്. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ കുടിവെള്ളത്തിൻ്റെ ക്ഷാമമുണ്ട്. അപ്പോൾ നമ്മുടെ സംഘം തീരുമാനിച്ചു ഇവിടെ കുടിവെള്ള വിതരണവും കൂടെ തന്നെ നാരങ്ങയുള്ള വിതരണവും നടത്താനായിട്ടുള്ള തീരുമാനമെടുത്താണ് നമ്മൾ ചെയ്തത്. ഇതിൻ്റെ ഫണ്ടെല്ലാം നമ്മൾ തന്നെ കളക്ട് ചെയ്ത്, നമ്മൾ 200-ൽ പരം മെമ്പേഴ്സുണ്ട്. അപ്പം നമ്മൾ തന്നെ കളക്ട് ചെയ്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്കെല്ലാം ഒരുപാട് പ്രയോജനമുണ്ട്. വെള്ളം കുടിക്കാൻ ലഭ്യമാണ്. ഇവിടെ സാമ്പത്തികം നമ്മൾ തന്നെ 200 മെമ്പർ തമ്മിൽ പൈസ കളക്ട് ചെയ്താണ് ഇത് ചെയ്യുന്നത്. ഓം ശ്രീ നാരായണ ഗുരുവേ നമഃ. ശ്രീ ശിവഗിരി 93ാമത്തെ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി എക്സ് സർവീസ് അസോസിയേഷൻ്റെ കൂട്ടായ്മയുടെ കൂടെ, അപ്പോൾ എക്സ് സർവീസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ആർമി, നേവി, എയർഫോഴ്സ്, ഇവിടെ എക്സ് സർവീസ് സൈനികർ കൂട്ടായ്മയോട് കൂടി ഇവിടെ ഒരു സ്റ്റാൾ ഓപ്പൺ ചെയ്ത് കുടിവെള്ളം തീർത്ഥാടകർക്ക് കുടിവെള്ളം കൊടുക്കുകയാണ്. അത് നാരങ്ങ വെള്ളവും പ്ലെയിൻ വാട്ടറുമായിട്ട് കൊടുക്കുന്നു. 17-ാം തീയതി നമ്മളിത് തുടങ്ങി വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ നോട്ടീസ് ഓവർ കൊടുക്കുന്നുണ്ട്. എന്താണ് ആർമിയോ അല്ലെങ്കിൽ ഡിഫൻസ് അറിയണം, അതിന് വേണ്ടുന്ന അവയർനെസ് പ്രോഗ്രാം കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ട് വരും കാലങ്ങളിൽ സൈന്യത്തിൽ ചേരണം എന്ന് ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഏതാണ്ട് 100-200 പേരോളം ഞങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 10-50 ആളുകളും ഇവിടെ വന്ന് ഈ കൂട്ടായ്മയിലൂടെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഫണ്ടുമൊക്കെ ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ സച്ചിദാനന്ദ സ്വാമി അവറുകളാണ് ഇപ്പോഴത്തെ മഠാധിപതി. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫിൻ്റെയും ഔദാര്യം പോലെ ഔദാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പരിപാടി നടത്തുന്നതിന് ഒരു വേദി തന്നു.
ഈ സ്റ്റാളിന് തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും വരും കാലങ്ങളിൽ ഇതുപോലെ ഞങ്ങൾക്ക് അവിടുന്ന് അതിൻ്റെ തുടർന്ന് സ്റ്റാളും അതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസരം തരും എന്ന് വിചാരിക്കുന്നു. പിന്നെ വളരെയധികം കാലമായിട്ട് ഇവിടെ ഞാൻ സർവീസ് ചെയ്യുന്ന ആളാണ്. 1987 മുതൽ ശിവേരിയുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ ഏറ്റവും അതിഥിസൽക്കാര കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ട്. അതിനാണ് പ്രധാനമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പം ഞങ്ങൾക്കെല്ലാം കൂടെ ഒരു ഓർമ്മ വന്നു. ഇന്നിപ്പോൾ ഈ ഇത്രയും ജനങ്ങളിവിടെ വന്നതിൽ ഒരുപാട്, അതായത് എനിക്ക് തോന്നുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത്രയും ദിവസം കൊണ്ട് വെള്ളം കുടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്കും തോന്നി, ഞങ്ങളുടെ പ്രവർത്തകർക്കും തോന്നുന്നു. പിന്നെ വരുന്നവരെല്ലാം താങ്ക്സ് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഈ വർഷത്തിൻ്റെ 2025 ഈ വർഷത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് ഈ ഒരു സംരംഭം ചെയ്യും. അടുത്ത ന്യൂ ഇയർ വരികയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു നല്ല സന്തോഷം ചാനലിനോടും പറയുന്നു. ചാനലിനോടും നന്ദി പറയുന്നു. അതിൻ്റെ കർമ്മകാരികളോടും നന്ദി പറയുന്നു.